ഇപ്പോൾ റെറ്റിന ഇപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ഓഫ് റെറ്റിന എന്ന് പറയുന്നത് അതൊരു മേജർ പ്രോബ്ലമാണ്. പക്ഷേ ആ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ ആ റെറ്റിന വിട്ടുപോയതാണ്. അതിനെ സർജറി കൊണ്ട് തന്നെ നേരെയാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സർജറി കഴിഞ്ഞിട്ട് ആ കണ്ണിന് ഉണർവ് കൊടുക്കണമെങ്കിൽ അത് മോഡേൺ മെഡിസിനിൽ സാധ്യമല്ല. അവർക്ക് ഒരു ഇഞ്ച് പോലും കാഴ്ചയ്ക്ക് വ്യതിയാനം നൽകാനുള്ള ഔഷധങ്ങളോ റിക്രിയേറ്റീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റോ ഇല്ല മോഡേൺ മെഡിസിനിൽ. ഇപ്പോൾ ഒരു ഹീലിംഗ്, ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വന്നാൽ അത് സബ്സൈഡ് ചെയ്യാനായിട്ട് സ്റ്റെറോയിഡ്സ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നല്ലാതെ ഒരു റീക്രിയേറ്റീവായിട്ടോ കൺസ്ട്രക്റ്റീവായിട്ടോ ഉള്ളൊരു കോൺസെപ്റ്റ് ഇല്ല മോഡേണിൽ. ഏത് അസുഖം, ഇപ്പോൾ കണ്ണിൻ്റെ മാത്രമല്ല വേറെ ഏത് അസുഖത്തിലായാലും. അപ്പോൾ അവിടെയാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി. കാരണം മോഡേൺ ടെക്സ്റ്റിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസീസാണ് ഒരു 10 പേജ് പറയുക. ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഒരു പാരഗ്രാഫ് പോലും ഇല്ല. ഐദർ നോ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലെസ്സർ ഓപ്ഷൻസ്. നേരെ മറിച്ച് ഈ ആയുർവേദ ടെക്സ്റ്റുകളിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു ശ്ലോകമോ അര ശ്ലോകമോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ കണ്ടമാനം പറയുന്നുണ്ട്. ഇന്ന രോഗികൾക്ക്, വാദദോഷമുള്ള രോഗികൾക്ക് ഇത്, പിത്തദോഷമുള്ളവർക്ക്, കഫദോഷമുള്ളവർക്ക്, വാദപിത്തദോഷമുള്ളവർക്ക്, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനമായിട്ടുള്ളൊരു അന്തരം. ഇത്ര വർഷം, കാരണം ഒരു 5000 വർഷം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ 100-200 വർഷത്തെ ഡെവലപ്മെൻറ്റ് എവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യകതയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഒരു കാറ്ററാക്ട്, ഇത് കുറച്ച് മുമ്പ് വന്ന പേഷ്യൻറ്റും കാറ്ററാക്റ്റാണ്, അവർക്ക് ഒരു ഇതുള്ളത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ യു ഗോ ആൻഡ് ഡു ദ സർജറി. അപ്പോൾ അത് ചെയ്തിട്ട്, അപ്പോൾ അതൊരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞരമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ട് എന്ന് അപ്പോൾ കാണുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർ ആയുർവേദിക് തെറാപ്പീസ്.